വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മത്തങ്ങ എല്ലാവർക്കും പരിചയമായിട്ടുള്ള സാധനമാണല്ലോ അല്ലെ. ഭയങ്കര ഹൈ പ്രോട്ടീനും അതുകൊണ്ട് തന്നെ എല്ലാ ഷുഗർ കൊളസ്ട്രോൾ ഏത് പേഷ്യൻസിനും കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് മത്തങ്ങ. അപ്പൊ മത്തങ്ങ കൊണ്ട് നമ്മൾ എരിശ്ശേരി ഉണ്ടാക്കാറുണ്ട്, മത്തങ്ങ ചാറ് വെക്കാറുണ്ട്, മത്തങ്ങ തോരൻ വെക്കാറുണ്ട്, പിന്നെ മത്തങ്ങ പായസവും പരിചിതമാണ്. പക്ഷെ നമുക്ക് മത്തങ്ങ വെച്ചൊരു പാൽപ്പായസം ഉണ്ടാക്കി നോക്കിയാലോ? അതും നല്ല ടേസ്റ്റി ആയിട്ട്. അപ്പൊ എല്ലാരും വായോ. അപ്പൊ നമ്മുടെ പായസം ഉണ്ടാക്കുന്നത് ഓട്ടുരുളിയിലാണ്. അപ്പോൾ ഓട്ടുരുളി ചൂടായി കഴിയുമ്പം അതിലേക്ക് നമുക്ക് ഉരുക്കുനെയ്യ് ഒഴിക്കാം. ഇത് നല്ല നാടൻ ഉരുക്കുനെയ്യാണേ. നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഈ നെയ്യ് വേണം നമുക്ക് നമ്മുടെ ക്യാഷും കിസ്മിസും എല്ലാം വറുത്തെടുക്കാനും നമ്മുടെ മത്തങ്ങയും ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാനും. നമ്മുടെ ഇതിനകത്തേക്കിട്ട് വറുത്തെടുക്കാവേ. മുന്തിരി പെട്ടെന്നാവേ. ബോളായി കഴിയുമ്പോഴത്തേനും ഇത് കോരിയെടുക്കണേ, അല്ലെങ്കിൽ അത് കണ്ടവാനം അങ്ങ് മൂത്ത് പോകും. നമുക്ക് ആദ്യമായിട്ട് ക്യാഷ് ഇതിനകത്തേക്ക് കപ്പലിൻ്റെ പരിപ്പ് വറുത്തെടുക്കാവേ. ഒത്തിരി മൂത്ത് പോകണ്ടാണ്, ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് വരുമ്പോൾ നമുക്ക് എടുക്കാവേ. വേറൊരു സ്പെഷ്യൽ സാധനം ഇടുന്നുണ്ട്. നമ്മുടെ പിസ്തയാണ്. ഇതിന് പകരം നമ്മുടെ മത്തങ്ങയുടെ കുരു ഉണങ്ങി, അതായത് പംകിൻ സീഡ് ഉണങ്ങിയതുണ്ടെങ്കിൽ അത് ഇട്ടാലും നല്ലതാണ് കേട്ടോ. എൻ്റെ പിസ്ത ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അതാ ഇട്ടത്. ഇനി പിസ്ത ഇട്ടില്ലേലും കുഴപ്പമില്ല, നമ്മൾ സാധാരണ ഇടുന്നവർക്ക് നമ്മുടെ ക്യാഷും കിസ്മിസും മാത്രം ഇട്ടാലും. ചില കടല യൂസ് ചെയ്യാറുണ്ട്, അതും കുഴപ്പമില്ല കേട്ടോ. നമുക്കിത് ഇടയിൽ പോകാൻ ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ സാധനമായ മത്തങ്ങ നമുക്ക് ഇതിലേക്കിടാം. മത്തങ്ങ ഇങ്ങനെ വലിയ കട്ടിയില്ലാതെ നീളത്തിൽ അരിഞ്ഞിരിക്കുന്നു കേട്ടോ. നമുക്ക് ഈ നെയ്ക്കകത്തേക്ക് ഇട്ട് കൊടുക്കാം. നെയ്യിൽ കിടന്ന് നന്നായിട്ട് വാടി വെന്ത് വരണം. മത്തങ്ങ നമുക്ക് കുക്കറിൽ വേവിക്കാം, പക്ഷേ ഈ നെയ്യ് കിടന്ന് വാടുമ്പോൾ ഉള്ള ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്ത് കഴിയുമ്പോൾ കിട്ടത്തില്ല. പിന്നെ ഒത്തിരി അങ്ങ് ചിലപ്പം വെന്തും പോകാൻ കഴിയല്ലേ. ഇത് നമ്മുടെ മത്തങ്ങ നന്നായിട്ട് ഇതുണ്ട്, നെയ്ക്കകത്ത് കിടന്ന് നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ച് തന്നെ ചെറുതായിട്ടൊന്ന്, ഒത്തിരി ഉടയണ്ട, ചെറുതായിട്ടൊന്ന് കുത്തി ഉടച്ച് കൊടുക്കാവേ. ഭയങ്കരമായിട്ടങ്ങ് ഉടയണ്ട, ഇനി ചെറിയ ചെറിയ കഷ്ണങ്ങൾ അതിനകത്ത് കിടക്കുക വേണം. നമ്മുടെ ബാക്കി പാലും കൂടി ഒക്കെ ഒഴിക്കുമ്പോൾ നന്നായിട്ടത് വെന്തോടും. മത്തങ്ങയും കൊണ്ടുള്ള ശർക്കര പായസം നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിനേക്കാളും ടേസ്റ്റാണ് നമ്മുടെ ഈ പാൽപ്പായസം കേട്ടോ. ഇത് ഈ ഒരു പരുവോ കേട്ടോ. നമ്മളോടൊക്കെ വലിയധികം ഉടഞ്ഞിട്ടുമില്ല, എനിക്ക് നന്നായിട്ട് ഉടയുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു കുറച്ച് പാല് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പാലിനകത്തേക്ക് ഒന്നെങ്കിൽ കോൺഫ്ലവർ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ അരിപ്പൊടി, അല്ലെങ്കിൽ ഗോതമ്പ് പൊടി. ഇതേതെങ്കിലും ആഡ് ചെയ്ത് കട്ടിയില്ലാതെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പാലും പൊടിയും കൂടെ മിക്സ് ചെയ്തത് നമുക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്യാം.
നമ്മൾ മിക്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ഇതിനകത്തേക്ക് ഇട്ടിട്ടാണ് മിക്സ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ കട്ട പിടിക്കാൻ ചാൻസ് കൂടുതലുണ്ട്. അതുകൊണ്ട് നമ്മൾ പാല് ഇത് സെപ്പറേറ്റ് എടുത്ത് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ കണ്ട, അന്നേരം കട്ട പിടിക്കുകയല്ല. നമുക്കിതിലേക്ക് പാൽ ആഡ് ചെയ്യാം. തിളപ്പിച്ച പാൽ ആഡ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ അല്ലാത്ത പാൽ വേണേലും ആഡ് ചെയ്യാം. ഞാനിവിടെ 2 ലിറ്റർ പാൽ എടുത്തേക്കുന്നത് കേട്ടോ. ഒരു കുഞ്ഞ് മത്തങ്ങയാണ് ഞാനിവിടെ, ഫുള്ള് മത്തങ്ങ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാവേ. ഇങ്ങനെ ഈ മത്തങ്ങയും പാലും കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇതിനകത്ത് കിടന്ന്. അപ്പോഴും ഇച്ചിരി നന്നായിട്ടൊന്ന് കുറുക്കി വരുള്ളൂ. ആ മത്തങ്ങയുടെയും ടേസ്റ്റ് ഇതിനകത്തേക്കൊന്ന് ഇറങ്ങി നന്നായിട്ടൊന്ന് അടി പിടിക്കാതെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. മത്തങ്ങ നമ്മൾ ഈ നെയ്ക്കകത്തിട്ട് വരട്ടിയുണ്ട് അടി പിടിക്കും. അടി പിടിക്കാതെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് അറിയാം. ഇത് നമ്മുടെ ഇതുണ്ടോ നല്ല പായസം, ആ പാലും മത്തങ്ങയും എല്ലാം കൂടെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് വേണ്ടുന്ന മധുരം ആഡ് ചെയ്യാം. മധുരമൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിന് ആഡ് ചെയ്യണം കേട്ടോ. ചിലർക്ക് ഒത്തിരി മധുരം വേണം, ചിലർക്ക് കുറച്ച് മധുരം മതി. കുഞ്ഞ് സ്കെയിലിന് ഇപ്പോൾ ഒരു 5-6 സ്കെയിൽ ഇട്ടിട്ടുള്ളൂ. പിന്നെ മധുരമൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാവേ. ഇവിടെ ചെറുതായിട്ട് തിള വരുന്നുണ്ട്. ഈ ഒരു ടൈമിൽ വേണം നമ്മൾ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാനേ. നന്നായിട്ട് ഇളക്കണം കേട്ടോ, അടി പിടിക്കാതെ. മത്തങ്ങ എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ബെനിഫിറ്റ്സ് ഉള്ളതാണ് നമ്മുടെ ഹെൽത്തിന്, ഹാർട്ടിനും സ്കിന്നിനും. പിന്നെ ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യാനൊക്കെ നല്ല പവറുള്ള സാധനമാണ്. പണ്ടൊക്കെ കാരണവന്മാർ കുഞ്ഞു പിള്ളേർക്ക് ഈ മത്തങ്ങ വേവിച്ച് കുറുപ്പുണ്ടാക്കിയൊക്കെ കൊടുക്കുമായിരുന്നു. അപ്പം മത്തങ്ങ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത പിള്ളേർക്ക് ഇങ്ങനെ 4 മണിക്ക് സ്നാക്സ് ആയിട്ടൊക്കെ ഇങ്ങനെ പായസം പോലെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അവർക്കത് വളരെ ഹെൽത്തിന് ബെനിഫിറ്റ്സ് ആയിരിക്കും. ഈ ഒരു ടൈമിൽ അധികം ഈ ഒരു പരുവാണ് നമ്മുടെ പായസത്തിന് വേണ്ടി. തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ കുറുകും. അപ്പം ഈ ഒരു പരുവ് മതി. ഇനി അധികം തീ വേണ്ട, തീ കുറച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്ക പൊടിച്ച് ചേർക്കാം. ഞാൻ ഏലക്കയുടെ ആ തൊണ്ട് കളഞ്ഞിട്ട്, കാരണം വെച്ചാൽ നല്ല നാടൻ ഏലക്ക ആയതുകൊണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ പൊടിച്ച് ജസ്റ്റ് ഒന്ന് ചേർക്കണമെന്നുള്ളേ. അധികം വേണ്ട, ഒരു കുറച്ച് ചുക്ക് പൊടിയും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ചുക്ക് പൊടി ഓപ്ഷണൽ കേട്ടോ. ഞാൻ പാൽപ്പായസം എന്തുണ്ടാക്കിയാലും ചുക്ക് പൊടി ആഡ് ചെയ്യാം. ഒരു ടേസ്റ്റ് നല്ല പായസത്തിന് നല്ലൊരു ഫ്ലേവർ നൽകുവേ. ഇപ്പോൾ ആ ചുക്ക് പൊടി ഏലക്കായും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേനും നമ്മുടെ പായസത്തിൻ്റെ ആ സ്മെല്ല് നല്ലൊരു ഫ്ലേവർ നമുക്ക് വരുന്നുണ്ടേ. നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂം കിസ്മിസും എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാവേ. മധുരം നോക്കിയിട്ട് വേണ്ടുന്നവർക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേ നല്ല ചെറിയ തിളയൊക്കെ വന്ന നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു കുറച്ച് നല്ല നാടൻ നെയ്യും കൂടെ ഒഴിച്ച്, ആ നാടൻ നെയ്യ് ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അത് വേണ്ടുന്നവർക്ക് ഒഴിച്ചാൽ മതി. ഒഴിച്ച് കഴിയുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് കിട്ടുമേ. പിന്നെ ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് വേണ്ടുന്നവർക്ക് അത് ആഡ് ചെയ്യും. ഞാനതൊന്നും യൂസ് ചെയ്യുന്നില്ല, നമ്മുടെ തനി നാടൻ രീതി തന്നെയാണ്. അപ്പം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങാം.
അപ്പം എങ്ങനെയാ മത്തങ്ങ പാൽ പായസം ഉണ്ടാക്കുന്നതെന്ന് എൻ്റെ കൂട്ടുകാരെല്ലാരും കണ്ടല്ലോ അല്ലേ? അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നുവെച്ചാൽ നമ്മള് ബാക്കി ഏത് പായസം കുടിക്കുന്നേക്കാളും വളരെ ടേസ്റ്റി ആയിട്ടാണ്. നമ്മുടെ കുട്ടീസിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവരെല്ലാം പറഞ്ഞു ഇനിയും വേണം അമ്മേ എന്ന് പറഞ്ഞ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കുട്ടീസൊക്കെ കേട്ടോ. അപ്പൊ നിങ്ങളും സ്കിപ്പ് ചെയ്യാതെ നമ്മുടെ വീഡിയോസ് ഫുള്ള് കണ്ട് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങള് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം നമ്മുടെ ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പം മറ്റൊരു പുതിയ വീഡിയോ കാണുന്നിടം വരെ ബൈ.